എന്നാണ് ഞാൻ പറഞ്ഞത്. വിശുദ്ധ ഗ്രന്ഥങ്ങൾ അടുത്തടുത്തുള്ള 2 വിശുദ്ധ ഗ്രന്ഥങ്ങളും ഒരു പ്രവാചകനെ അല്ലെങ്കിൽ ഇനിയും ഒരു ദൈവിക മതത്തിൻ്റെ പൂർത്തീകരണത്തിനായി കടന്നു വരുമെന്ന് പറയുമ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർ, അതായത് ക്രൈസ്തവർ അങ്ങനെയുള്ള വിശുദ്ധ ഗ്രന്ഥം പ്രസ്താവിക്കുന്നത് പോലെ ഇനിയൊരു ദൈവിക മതത്തിൻ്റെ പൂർത്തീകരണത്തിനായി യേശുദേവൻ ഇനിയും ഭൂലോകത്ത് അവതരിപ്പിക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള യേശുദേവൻ പറഞ്ഞ ആ കർത്താവ് പിതാവിനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വിശുദ്ധ യേശുദേവനെ കാത്ത് ഇരിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ ഇനി വില പോകുമോ ഇല്ലയോ എന്നുള്ള ഒരു ആശങ്കയിലാണെങ്കിൽ അവർക്കുള്ള മോശപ്രാപ്തി എങ്ങനെയായിരിക്കും ലഭിക്കുന്നത്? ചോദ്യം: യേശുക്രിസ്തു വരാനിരിക്കുന്ന ഒരു പൂർത്തീകരണത്തിന് വേണ്ടി കടന്നു വരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം യേശു പഠിപ്പിച്ച പിതാവിനെ പ്രാർത്ഥിക്കുകയും വരാനിരിക്കുന്ന യേശുവിനെ പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ജീവിച്ചാൽ അയാളുടെ സ്ഥിതി എന്തായിരിക്കും എന്നാണ്. യേശുവിൻ്റെ ഭാഷയിൽ തന്നെ സംസാരിക്കണമല്ലോ നാം. യേശു നമ്മളോട് പറഞ്ഞത് നിത്യജീവനെ കുറിച്ചാണ്. എങ്ങനെയാണ് നിത്യജീവൻ നേടേണ്ടത് എന്ന സക്കായി എന്ന് പറയുന്ന ഒരു ധനികന്റെ ചോദ്യത്തിന് യേശു നൽകുന്ന മറുപടി മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിലെ 18 മുതൽക്കുള്ള വചനങ്ങളിൽ കാണാം. നീ കൽപ്പനകൾ പ്രമാണിക്കുക എന്ന്. നീ കൽപ്പനകൾ പ്രമാണിക്കുക. അപ്പൊ അടിസ്ഥാനപരമായി ഒരു ഇസ്രായേലിയന്റെ മോക്ഷത്തിന്റെ മാർഗം കൽപ്പനകൾ പ്രമാണിക്കുകയായിരുന്നു. അഥവാ മോശെ പ്രവാചകൻ അവതരിപ്പിച്ച് ലഭിച്ചിട്ടുള്ള ന്യായപ്രമാണത്തിലെ കൽപ്പനകൾ അതേപോലെ അനുസരിക്കുകയായിരുന്നു ഇസ്രായേലിയരുടെ മോക്ഷത്തിന്റെ മാർഗം. യേശു നിയോഗിക്കപ്പെട്ടത് ഇസ്രായേൽ സമൂഹത്തിലേക്കാണല്ലോ. അതല്ലാതെ യേശുക്രിസ്തു ഒരിക്കലും എന്നെ ആരാധിക്കുക എന്നോ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നോ പഠിപ്പിച്ചില്ല. അതിനുശേഷം യേശു ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ പറഞ്ഞ കാര്യമാണ്, ഞാൻ പലതും എനിക്ക് പറയാൻ ബാക്കിയുണ്ട്, എന്നാൽ അത് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. വരാനിരിക്കുന്ന പ്രവാചകൻ പാരക്ലിറ്റോസ് വന്നാൽ നിങ്ങളെ സകല സത്യത്തിലൂടെയും നയിക്കും. അവൻ ലോകത്തെ പാപത്തെയും നീതിയെയും ന്യായവിധിയെയും കുറിച്ച് ബോധ്യപ്പെടുത്തും. അവൻ എന്നെ മഹത്വപ്പെടുത്തും. അവൻ കേൾക്കുന്നതൊക്കെയും അവൻ പറയും, അവൻ കേൾക്കാത്തതൊന്നും അവൻ പറയില്ല. ഇത് യേശുക്രിസ്തു വരാനിരിക്കുന്ന ലോകത്തിന് മുഴുവനുമായി കടന്നു വരാനിരിക്കുന്ന ഒരു മഹാപ്രവാചകനെ കുറിച്ച് പറഞ്ഞു തരാൻ യേശു പഠിപ്പിക്കാണ്. അവൻ വന്നാൽ ലോകത്തെ പാപത്തെയും നീതിയെയും ന്യായവിധിയെയും കുറിച്ച് ബോധ്യപ്പെടുത്തും. ആരാണ് ലോകത്തെ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയത്? നിങ്ങൾ പരിശോധിച്ചാൽ മതി. യേശുവിന് ശേഷം ജീവിതത്തിന്റെ ഓരോ രംഗത്തും എന്താണ് പാപം, എന്താണ് പുണ്യമെന്ന് വ്യക്തമായി പഠിപ്പിച്ചത് ആരാണ്? സുഹൃത്ത് പറഞ്ഞ പോലെ യേശുവിന്റെ ആഗമനത്തെ മാത്രം കാത്തിരുന്ന് യേശു പറഞ്ഞ പോലെ ദൈവത്തെ ആരാധിക്കുക, പിതാവിനെ ആരാധിക്കുക എന്ന് വിചാരിക്കുക. എങ്ങനെ ആരാധിക്കും? യേശു പഠിപ്പിച്ചത് അതേ രൂപത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ടോ? ബൈബിളിൽ ഇന്ന് 4 സുവിശേഷങ്ങളും ഒരു അപ്പോസ്തല പ്രവർത്തികളും ഒരുപാട് ലേഖനങ്ങളുമാണുള്ളത്. അതിൽ 4 സുവിശേഷങ്ങൾ
യേശു പഠിപ്പിച്ച അതേ പാത 100% പിൻപറ്റുന്ന സുവിശേഷങ്ങളാണോ? ഇന്നിപ്പോ ഡാവിഞ്ചി കോഡ് എന്ന നോവലിന്റെയും സിനിമന്റെയും ആധാരത്തിൽ അത്തരം വിഷയങ്ങൾ ഒരുപാട് ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. വീണ്ടും എന്താ അവസ്ഥ? യേശുവിന് ശേഷം 100ഓളം സുവിശേഷങ്ങൾ ഉണ്ടായിരുന്നു എന്നും അതിൽ 4 മാത്രമാണ് അവശേഷിച്ചത് എന്നും ബാക്കിയുള്ളവ കരിച്ചു കളയുകയാണ് ചെയ്തത് എന്നുമാണ് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നത്. 20 സുവിശേഷങ്ങൾ നമുക്ക് ഇപ്പോൾ തന്നെ ആ സുവിശേഷങ്ങളുടെ ലിസ്റ്റ് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സഭ കരിച്ചു കളഞ്ഞ സുവിശേഷങ്ങൾ. അപ്പൊ യേശു എങ്ങനെ ആരാധന പഠിപ്പിച്ചു, യേശു എങ്ങനെ ജീവിതത്തിന്റെ ഓരോ രംഗത്തെയും കുറിച്ച് വ്യക്തമായി പഠിപ്പിച്ചു നമുക്കൊന്നും അറിയില്ല. പിന്നെ എങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ ചെയ്യും? യേശു പറഞ്ഞതാ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് അവന്റെ രാജ്യമായ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 21-ാമത്തെ വചനം. അപ്പൊ സ്വർഗസ്ഥനായ ദൈവം തമ്പുരാന്റെ ഇഷ്ടം ചെയ്യണം. ദൈവത്തിന്റെ ഇഷ്ടം അറിയണമെങ്കിൽ ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് 100% ഉറപ്പുള്ള വെളിപാട് നമുക്ക് വേണം, നമ്മുടെ മുന്നിൽ ഉണ്ടാകണം. യേശുവിൻ്റെതായി പറയപ്പെടുന്ന വചനങ്ങൾ, ഈ 4 സുവിശേഷങ്ങളിലും കൂടിയുള്ള വചനങ്ങൾ ഒന്നിച്ച് നമ്മൾ ക്രോഡീകരിച്ചാൽ ഒരു മനോരമ പത്രത്തിലെ അത്ര ഉണ്ടാവും മാക്സിമം. യേശുവിന്റെ ജീവിതത്തിനടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? തീർച്ചയായും അല്ല. യേശുവിനെ കുറിച്ച് യോഹന്നാൻ തന്നെ പറയുന്നത് എന്താണ്? കുറച്ച് കാര്യം ഞാൻ എഴുതിയിട്ടുള്ള, ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ ബാക്കിയുണ്ട്. അല്ല, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കണം യേശുവിന്റെ ജീവിതകാലത്തിനകത്ത് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഇന്ന് ഉപലബ്ധമല്ല. അവിടെയാണ് എല്ലാ സത്യത്തിലൂടെയും നയിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രവചനം പ്രസക്തമാകുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താ? ലോകത്തെ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. പാപം എന്ത് എന്ന് ഓരോ വിഷയത്തിലും, പാപം എന്ത് പുണ്യം എന്ത് എന്ന് കൃത്യമായ ബോധ്യം നമുക്ക് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുമോ നാം പരിശോധിക്കണം. ഏറ്റവും ചുരുങ്ങിയത് എല്ലാവരും പാപമായി അംഗീകരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പാപമാണ് എന്നെങ്കിലും ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയോ? ഇപ്പൊ മദ്യം എല്ലാവരും പറയുന്നു തെറ്റാണ്, പാപമാണ്, അതുകൊണ്ട് നാശമാണ്, എല്ലാം പറയുന്നു. ബൈബിളിൽ 66 പുസ്തകങ്ങൾ അരിച്ചു പെറുക്കിയാൽ മദ്യം തെറ്റാണ് എന്ന് 100% ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന രൂപത്തിലുള്ളൊരു കൽപ്പന കണ്ടെത്താൻ കഴിയുമോ? ലോട്ടറി മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന കാര്യമാണെന്ന് എല്ലാവർക്കും അഭിപ്രായമുണ്ട്. ഗവൺമെന്റിനെ ചൂഷണം ചെയ്യാമോ, ജനങ്ങൾക്ക് ചൂഷണം ചെയ്യാമോ എന്നുള്ള അഭിപ്രായ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഗവൺമെന്റിന് തന്നെ. മനുഷ്യന്റെ ആശയെയും കീശയെയും ഒരേപോലെ ചൂഷണം ചെയ്യുന്ന ഏർപ്പാടാണ് ലോട്ടറി. ഇതിനെക്കുറിച്ച് എന്താണ് ബൈബിളിന് പറയാനുള്ളത്? ഇല്ല. അവിടെയാണ് മുഹമ്മദ് നബി പഠിപ്പിച്ച ആദർശത്തിന്റെ പൂർണ്ണത നമുക്ക് ബോധ്യപ്പെടുന്നത്. പരിശുദ്ധ ഖുർആൻ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിൽ 50-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അസ്ലാമു വറജ്സാമു റജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. തീർച്ചയായും മദ്യം, ചൂതാട്ടം, ലോട്ടറി, അമ്പുപയോഗിച്ചുള്ള ഭാഗ്യപരീക്ഷണം, പ്രശ്നം വെച്ച് നോക്കൽ, ഇതെല്ലാം തന്നെ പൈശാചികമായ പ്രവർത്തനങ്ങളാകുന്നു. അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം. വളരെ വ്യക്തമാണ്. ഓരോ വിഷയത്തിലും പാപമെന്ത് പുണ്യമെന്ത് വ്യക്തമായ മാർഗരേഖ. ഇത് നിങ്ങൾക്ക് ഖുർആനിലും പ്രവാചക വചനങ്ങളിലും അല്ലാതെ വേറെ എവിടെയും കാണാൻ സാധ്യമല്ല. എല്ലാ പാപത്തെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതാണ്. പാപത്തെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തും. പിന്നെയോ നീതിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. എന്താണ് നീതി? എന്താണ് നീതി, എന്താണ് അനീതി എന്ന് അറിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നീതി എന്താണ് എന്ന് ലോകത്തിന് പ്രായോഗികമായി കാണിച്ചു കൊടുത്തത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇതിനതാ തെളിവ് നമ്മുടെ രാഷ്ട്രപിതാവ് തന്നെ. ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം കിട്ടാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞത് എന്താ? ഞാൻ ആഗ്രഹിക്കുന്നത് ഉമറിന്റെ നീതിനിഷ്ഠമായ ഭരണം ഇവിടെ വരണം എന്നാണ്. ചരിത്ര കാലഘട്ടത്തിൽ നീതിയെ പ്രയോഗവൽക്കരിച്ച ഒരാളെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹുവിലാണ്. 100% നീതി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രചോദനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പൊ പ്രവാചകനാണ് നീതിയുടെ വിഷയത്തിൽ ലോകത്തിന് എന്താ നീതി എന്ന് പഠിപ്പിച്ചത്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഭരണീയൻ ഒരു രീതിയും ഭരണക്കാരന് മറ്റൊരു നീതിയും നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ, പൗരനും രാജാവിനും വേറെ നീതികൾ നിലനിന്നിരുന്ന ഒരു കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഭരണാധികാരി, ആ രാജ്യത്തിന്റെ ഭരണാധികാരി, എന്റെ മകൾ ഫാത്തിമ കളവ് നടത്തിയാൽ അവളുടെ കൈ ഞാൻ ഛേദിക്കുക തന്നെ ചെയ്യും. നീതി നടപ്പാക്കുന്ന വിഷയത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഇനി ന്യായവിധിയെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തും. ആരാ ബോധ്യപ്പെടുത്തിയത്? മരണാനന്തര ജീവിതത്തെക്കുറിച്ച്. സഭകൾക്ക് ഇപ്പോഴും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടോ? ഉണ്ടോ? മരിച്ചതിന് ശേഷം ജീവിതമുണ്ട്. അതെങ്ങനെ? ആത്മീയമാണോ ശാരീരികമാണോ? സ്വർഗമുണ്ടോ? സ്വർഗം എങ്ങനെ? സ്വർഗത്തിൽ എങ്ങനെ? നരകമുണ്ടോ? നരകം എങ്ങനെ? നരകത്തിൽ എങ്ങനെ? ഈ വിഷയത്തിലെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളാണ്. പ്രമാണങ്ങളിൽ ബൈബിളിൽ പറയുന്ന ഏതാനും പരാമർശങ്ങളെ പല രൂപത്തിൽ വളച്ചും കോച്ചിയും മിനുക്കിയുമെല്ലാം എടുത്ത് പലരും വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആൻ നോക്കൂ നിങ്ങൾ. ഖുർആനിന്റെ പൂർണ്ണമായി നിങ്ങൾ വായിച്ചാൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പിന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവില്ല. ന്യായവിധിയെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു സംശയവും ബാക്കി ഉണ്ടാവില്ല. അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞ മഹാപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ യേശുവിന്റെ പാത പിൻപറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർ, ദൈവം തമ്പുരാന്റെ ഇഷ്ടം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ, നിത്യജീവൻ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മുഹമ്മദ് നബിയുടെ പാത പിൻപറ്റാതെ നിർവാഹമില്ല. യേശു പഠിപ്പിച്ചതാണത്, പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ചതാണത്. എന്തുകൊണ്ടെന്നാൽ യേശുവിന്റെ മാർഗം നമുക്ക് പിൻപറ്റാമായിരുന്നു, പക്ഷെ ആ മാർഗം ഇന്നും ഉപലബ്ധമല്ല. ഇന്ന് കളങ്കരഹിതമായ യേശുവിന്റെ മാർഗം നമുക്ക് ലഭ്യമല്ല. എന്നാൽ അവസാനത്തെ പ്രവാചകൻ, യേശു ക്രിസ്തു അടക്കം മുന്നറിയിപ്പ് നൽകിയ സന്തോഷ വാർത്ത അറിയിച്ച അന്തിമ പ്രവാചകൻ, അദ്ദേഹത്തിന്റെ ജീവിതമിത നമ്മുടെ മുന്നിൽ സുന്ദരമായി രേഖപ്പെടുത്തപ്പെട്ട് തുറന്നു കിടക്കുന്നു. നമുക്ക് പരിശോധിക്കാം, ആ ജീവിതത്തെ അനുധാവനം ചെയ്യാം, അദ്ദേഹം പഠിപ്പിച്ച ആശയങ്ങൾ സ്വീകരിക്കാം. അതിലാണ് ദൈവത്തിന്റെ ഇഷ്ടം നമുക്ക് കാണാൻ കഴിയുക. അതല്ലാതെ ഒരാൾ കേവലം ഞാൻ ഏകദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഏകദൈവത്തെ എങ്ങനെ ആരാധിക്കണം? ദൈവത്തിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ആരാധിക്കണം. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ഏകദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണം. അതിനെല്ലാ രംഗത്തും പാലിക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ എവിടെ കിട്ടും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പരിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചക ചര്യയിൽ നിന്നും മാത്രമാണ്. അതേ നമുക്ക് ഇന്ന് നിലനിൽക്കുന്ന ഉത്തരമായി നിലനിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അത് പരിശോധിക്കുക എന്ന് മാത്രമാണ് എൻ്റെ സുഹൃത്തിനോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്.